ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസ് ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയ സിലബസ് ആണല്ലോ, അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്നൊന്നും നമുക്കറിയില്ലല്ലേ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഓണം എക്സാമിൻ്റെ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരിക എന്ന ഒരു മോഡലാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ കൂട്ടുകാർ ഇതിൻ്റെ ഒരു മോഡൽ പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആക്ടിവിറ്റി 1 വില്ലേജ് ലൈഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് നമുക്ക് തന്നിട്ടുള്ളത് ആക്ടിവിറ്റി 1 ആയിട്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യന് 3 മാർക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യന് 2 മാർക്കുമാണ്. അങ്ങനെ മൊത്തം 5 മാർക്കാണ് ഈ ആക്ടിവിറ്റിക്ക് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇമാജിൻ ദാറ്റ് യു ആർ ട്രാവലിംഗ് വിത്ത് ഫ്രണ്ട്സ് ടു പീലീസ് വില്ലേജ്. നമ്മൾ പീലീസ് വില്ലേജിലേക്ക് നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് ട്രാവൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. റൈറ്റ് എ നോട്ട് അബൌട്ട് ദ സൈറ്റ് ദാറ്റ് ഇംപ്രസ്ഡ് യു ഡ്യൂറിങ് ദ വിസിറ്റ്. ആ വിസിറ്റിൻ്റെ ഇടയിൽ നമുക്ക് ഇംപ്രസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളെ കുറിച്ചിട്ടൊരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദർ ആർ മെനി ഫെസ്റ്റിവൽസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ യുവർ ഏരിയ. നമ്മുടെ ഏരിയയിൽ കുറേ ഫെസ്റ്റിവൽസ് നടക്കുന്നുണ്ട്. റൈറ്റ് ദ നെയിംസ് ഓഫ് 2 ഫെസ്റ്റിവൽസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചറിനെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ഫെസ്റ്റിവൽസിൻ്റെ പേര് എഴുതാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആൻസർ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് പീലീസ് വില്ലേജസ് വെരി കാം ആൻഡ് ബ്യൂട്ടിഫുൾ. പീലിയുടെ വില്ലേജ് നല്ല കാം ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജാണ്. ദർ ആർ മെനി പോണ്ട്സ്, ചിൽഡ്രൻസ് ലേൺ ടു സ്വിം ഇൻ ദീസ് പോണ്ട്സ്. അവിടെ ധാരാളം കുളങ്ങളുണ്ട്, അതിലൊക്കെ കുട്ടികൾ നീന്താൻ പഠിക്കുന്നുണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫെസ്റ്റിവൽസ്. അവിടെ പലതരത്തിലുള്ള ഫെസ്റ്റിവൽസ് ഉണ്ട്. ദർ ആർ മെനി പാഡി ഫീൽഡ്സ്. അവിടെ കുറേ പാഡി ഫീൽഡ് ഉണ്ട്. അതേപോലെ ദർ ആർ വീക്ക്ലി മാർക്കേഴ്സ് ടു ബൈ ആൻഡ് സെൽ ദ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. അതേപോലെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിനെ വാങ്ങാനും അതേപോലെ വിൽക്കാനും വീക്ക്ലി മാർക്കേഴ്സ് ഉണ്ട്. വി റിയലി എൻജോയ് ദ ബ്യൂട്ടി ആൻഡ് പീസ്ഫുൾനെസ് ഓഫ് ദ വില്ലേജ്. ആ വില്ലേജിൻ്റെ പീസ്ഫുൾനെസ്സും ബ്യൂട്ടിയും നമ്മൾ കുറേ എൻജോയ് ചെയ്തു. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മളോട് 2 അഗ്രികൾച്ചർ ഫെസ്റ്റിവൽസ് എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഓണം ആൻഡ് വിഷു. അടുത്ത ആക്ടിവിറ്റി റൂറൽ അർബൻ ഡിഫറൻസസിനെ കുറിച്ചാണ് ആക്ടിവിറ്റി 2 വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ചൈൽഡ് ഹൂ വെൻ ടു സീ ദ സിറ്റി ഫ്രം ദ വില്ലേജ് സ്കൂൾ comes home and tells their mother about the experiences in the city. Write down any 2 of these experiences. ഒരു വില്ലേജ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി സിറ്റി കാണാൻ വേണ്ടി സിറ്റിയിലേക്ക് പോയി. അപ്പോൾ അതിനെക്കുറിച്ച് അവൻ്റെ വീട്ടിൽ വന്നിട്ട് അവൻ്റെ അമ്മയോട് പറയുകയാണ്. അപ്പോൾ അവൻ്റെ എന്തൊക്കെ എക്സ്പീരിയൻസസ് ആണ് ഉണ്ടായിട്ടുണ്ടാവുക, അതിൽ നിന്നൊരു 2 എക്സ്പീരിയൻസ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ദ പീപ്പിൾ ആർ വെരി ബിസി ഇൻ ദ സിറ്റി. ആ സിറ്റിയിലുള്ള പീപ്പിൾസൊക്കെ ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. ദർ ഈസ് ഹെവി ട്രാഫിക് ആൻഡ് ഹ്യൂജ് ബിൽഡിങ്സ്. അവിടെ വലിയ ബിൽഡിങ്സും ഹെവി ട്രാഫിക്കും ഉണ്ട്. ദ സിറ്റി ഈസ് ഫുൾ ഓഫ് പൊല്യൂഷൻ ലൈക്ക് എയർ വാട്ടർ പൊല്യൂഷൻ. ആ സിറ്റിയിൽ ഫുള്ള് പൊല്യൂഷൻസ് ഉണ്ട്. എയർ പൊല്യൂഷൻ ആൻഡ് വാട്ടർ പൊല്യൂഷൻസും ഉണ്ട്. അപ്പോൾ അവന് അധികം സിറ്റി ഇഷ്ടമായിട്ടില്ല എന്നാണ് നമുക്ക് അവൻ പറയുന്ന ഈ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബി ക്വസ്റ്റ്യൻ, വേർ ഈസ് ദ നേറ്റീവ് പ്ലേസ് ഓഫ് ചമേലി. ചമേലിയുടെ നേറ്റീവ് പ്ലേസ് എവിടെയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻസർ, ആസാം. ആസാമിലാണ് ചമേലിയുടെ നേറ്റീവ് പ്ലേസ്. റൈറ്റ് ദ സ്റ്റേറ്റ് ഫ്രം വെയർ മെജോറിറ്റി ഓഫ് ഗസ്റ്റ് വർക്കേഴ്സ് കം ടു കേരള. കേരളത്തിൽ എവിടേക്കാണ് മെജോറിറ്റി ഗസ്റ്റ് വർക്കേഴ്സും എവിടേക്കാണ് കേരളത്തിൽ വരാറ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ഈ സ്ഥലങ്ങളിലേക്കാണ് ഗസ്റ്റ് വർക്കേഴ്സ് കൂടുതലും വരാറ്. ഈ ആക്ടിവിറ്റി 5 മാർക്കിൻ്റെ ആക്ടിവിറ്റിയാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് 2 മാർക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യന് 1, അതേപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യന് 2 മാർക്ക്, അങ്ങനെ 5 മാർക്കിൻ്റെ ആക്ടിവിറ്റിയാണിത്. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 3, ഹ്യൂമൻ ബിഗൻ സെറ്റിംഗ് പെർമനൻ്റ്ലി നിയർ അഗ്രികൾച്ചറൽ സൈറ്റ്സ്. ഹ്യൂമൻസ് പെർമനൻ്റ് ആയിട്ട് സെറ്റിംഗ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ സൈറ്റ്സിൻ്റെ അടുത്താണ്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് വേർ ദ അഡ്വാൻറ്റേജസ് ഫോർ ഏർലി ഹ്യൂമൻസ് ഓഫ് സെറ്റിംഗ് പെർമനൻ്റ്ലി നിയർ അഗ്രികൾച്ചറൽ സൈറ്റ്സ്. പണ്ടത്തെ ആൾക്കാർ കൂടുതലും അഗ്രികൾച്ചറൽ സൈറ്റ്സിൻ്റെ അടുത്തായിട്ടാണ് അവർ പെർമനൻ്റായിട്ട് സെറ്റിലിംഗ് ചെയ്തിരുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബാർട്ടർ സിസ്റ്റം. എന്താണ് ബാർട്ടർ സിസ്റ്റം? ഇങ്ങനെ 2 ക്വസ്റ്റ്യനാണ് ആക്ടിവിറ്റി 3യിൽ വരുന്നത്. നമുക്ക് ആൻസറിലേക്ക് കടക്കാം. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ, അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ്. ഫുഡ് ഐറ്റംസിൻ്റെ അവൈലബിലിറ്റി കൂടും. അതേപോലെ ദർ ഈസ് നോ നീഡ് ടു വാണ്ടർ അറൗണ്ട് ദ
അറൗണ്ട് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. നമുക്ക് ഫുഡ് സെർച്ച് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യം വരാറില്ല. ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ് ചെയ്യാൻ കൂടുതൽ സമയങ്ങൾ കിട്ടും. അതൊക്കെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ സൈറ്റ്സിൻ്റെ അടുത്ത് സെറ്റിലിംഗ് ചെയ്താലുള്ള ഗുണങ്ങൾ. അടുത്തത് ബി ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് കോയിനേജ് there was a practice of exchange goods with each other. This method of exchange is known as barter system. Barter system എന്താണ്? കോയിനേജ് സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ഷന് മുന്നേ ഉണ്ടാവുന്ന ഒരു ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രാക്ടീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബാർട്ടർ സിസ്റ്റം. ദിസ് മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ച് ഈസ് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ബാർട്ടർ സിസ്റ്റം. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനാണ് ആക്ടിവിറ്റി 3-ലുള്ളത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് 3 മാർക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യന് 2 മാർക്കും, അങ്ങനെ 5 മാർക്ക് തന്നെയാണ് ഈ ഒരു 3ാമത്തെ ആക്ടിവിറ്റിക്കും. അടുത്തത് 4ാമത്തെ ആക്ടിവിറ്റി ഫുഡ് ആൻഡ് ഇനീക്വാളിറ്റി. ഫുഡിനെ കുറിച്ചും ഇനീക്വാളിറ്റിയെ കുറിച്ചിട്ടാണ് ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് ദ സോഷ്യൽ റിഫോമർ ഓർഗനൈസ്ഡ് മിസ്റ്റർ ഭോജനം ആസ് എ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് സോഷ്യൽ ഇനീക്വാളിറ്റി? മിസ്റ്റർ ഭോജനം എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആരാണ്, ഏത് സോഷ്യൽ റിഫോമറാണ് ഓർഗനൈസ് ചെയ്തത്? അതെന്തിന് എതിരായിരുന്നു? സോഷ്യൽ ഇനീക്വാളിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അതാരാണ്, ഏത് റിഫോമറാണ് കൊണ്ടുവന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ ആരായിരുന്നു? സഹോദരൻ അയ്യപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, നെയിം ദ പ്രൊജക്ട് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഫോർ പോവർട്ടി എലിവേഷൻ. പോവർട്ടി എലിവേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് കേരള ലോഞ്ച് ചെയ്ത പ്രൊജക്റ്റിൻ്റെ പേരെന്താണ്? കുടുംബശ്രീ മിഷൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ മെസ്സേജ് ഫോർ ദ സ്കൂൾ അസംബ്ലി ഓൺ ദ ടോപ്പിക് ഓഫ് ഫുഡ് ആൻഡ് ഹെൽത്ത് ഓൺ വേൾഡ് ഫുഡ് ഡേ. വേൾഡ് ഫുഡ് ഡേയിൽ ഫുഡിനെയും ഹെൽത്തിനെയും കുറിച്ചിട്ട് സ്കൂൾ അസംബ്ലിയിൽ നമ്മളോട് ഒരു മെസ്സേജ് കൊടുക്കാനാണ് പറയുന്നത്. അത് കൂട്ടുകാർ ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പോൾ അത് കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കൂ. ഫുഡിനെയും ഹെൽത്തിനെയും പറ്റി എന്താണ് പറയുക? ഡോണ്ട് വേസ്റ്റ് ഫുഡ് ആൻഡ് സേവ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജൊക്കെ നമുക്ക് കൊടുക്കാം അല്ലേ? അപ്പോൾ അത് കൂട്ടുകാരൊന്ന് നോക്കണേ. അടുത്തത് ആക്ടിവിറ്റി 5, സോഴ്സ് ഓഫ് ഇൻകം. ഇൻകത്തിൻ്റെ സോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഡയഗ്രാം ഷോവിങ് ദ വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം. അപ്പോൾ ഇൻകത്തിൻ്റെ ഏതൊക്കെ സോഴ്സസ് ആണ്, ഇൻകം വരുന്നത് ഏതൊക്കെ സോഴ്സസിലൂടെയാണ് എന്നാണ് ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 നമുക്ക് തന്നിട്ടുണ്ടല്ലേ, ഏതൊക്കെയാണ്? എംപ്ലോയ്മെൻറ്റ്, ബാങ്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ അത് ആൻസർ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അസേർട്ട്, ബിസിനസ് ആൻഡ് അഗ്രികൾച്ചർ. ഇത് 3 വഴിയും നമുക്ക് എന്ത് കിട്ടും? ഇൻകം കിട്ടും. അപ്പോൾ ഇത് അതിലൂടെ കൂട്ടുകാരെ എഴുതി ചേർക്കണം കേട്ടോ. അടുത്തത് ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആൻഡ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിനെ കുറിച്ചിട്ടും അതേപോലെ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സിനെ കുറിച്ചിട്ടും നമ്മളോട് അതിൻ്റെ 2ൻ്റെയും ഡിഫറൻസ് നമ്മളോട് ഒരു നോട്ടായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ, അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ യൂസിങ് ദ നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുക. എക്സാമ്പിൾസ്, കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ഫോർ ഫുഡ്, ഫൈബർ പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നതും അതേപോലെ ഫൈബർ പ്രൊഡക്ഷനൊക്കെ എന്താണ്? അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റിന് എക്സാമ്പിളാണ്. അടുത്തത്, ഓൾ കൈൻഡ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്. അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത എംപ്ലോയ്മെൻറ്റ്സ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. അതിനെയാണ് നമ്മൾ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ബിസിനസ്, ബാങ്കിങ് ഒക്കെ. അടുത്തത് ആക്ടിവിറ്റി 6, സെൽഫ് എംപ്ലോയ്മെൻറ്റ്. സെൽഫ് എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ആക്ടിവിറ്റി 6-ൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, എ, ഗിവൺ ബിലോ ആർ ദ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീംസ്. താഴത്ത് നമുക്ക് കുറച്ച് സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീംസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ബെനിഫിഷ്യറീസ് ഓഫ് ഈച്ച് സ്കീം ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. നമ്മളോട് അതിൻ്റെയൊക്കെ ബെനിഫിഷ്യറീസ് കണ്ടുപിടിക്കാനും ആ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീംസ്, ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞിട്ട് 2 ബോക്സസ് തന്നിട്ടുണ്ട്. അതിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീംസിൽ നവജീവൻ പ്രോജക്റ്റ്, കൈവല്യ, ശരണ്യ എന്ന് പറഞ്ഞിട്ട് 3 സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമിനെ കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നവജീവൻ പ്രോജക്റ്റ് സീനിയർ സിറ്റിസൺസ് ആണ് അതിൻ്റെ ബെനിഫിഷ്യറീസ്. സീനിയർ സിറ്റിസൺസിനാണ് അത് ബെനിഫിഷ്യറീസ് ആയിട്ട് കിട്ടുന്നത്. കൈവല്യ പീപ്പിൾ വിത്ത് ഡിസാബിലിറ്റീസ്.
അപ്പോൾ കൈവല്യ എന്ന് പറയുന്ന എംപ്ലോയ്മെൻറ്റ് സ്കീം ഡിസേബിൾഡ് ആയിട്ടുള്ള പീപ്പിൾസിനുള്ളതാണ്. അടുത്തത് ശരണ്യ എന്ന് പറയുന്ന എംപ്ലോയ്മെൻറ്റ് സ്കീം വുമൻസിനുള്ളതാണ്. അപ്പോൾ അടുത്ത ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ എനി 2 characteristics ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എൻ്റർപ്രൈസസ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് എൻ്റർപ്രൈസസിനെ കുറിച്ച് 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ, ഇൻഡിവിജ്വൽസ് ക്യാൻ ഏൺ ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. ഓരോ വ്യക്തിക്കും സെൽഫ് എംപ്ലോയ്മെൻറ്റ് വഴി ഏൺ ചെയ്യാൻ പറ്റും, അവർക്ക് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ബ്രിങ് ന്യൂ ഐഡിയാസ് ആൻഡ് പ്രോഡക്ട്സ് ടു മാർക്കറ്റ്. അതേപോലെ പുതിയ ഐഡിയാസും പുതിയ പ്രോഡക്ട്സും എല്ലാം മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. അതാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എൻ്റർപ്രൈസസിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്തത് ആക്ടിവിറ്റി 7, ദ ഇൻക്രീസ് ഇൻ ദ റീഡ് ഓഫ് ക്ലോത്തിങ് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് വീവിംഗ് എക്യുപ്മെൻറ്റ്. വീവിംഗ് എക്യുപ്മെൻസിൻ്റെ ഇൻവെൻഷൻ ക്ലോത്തിങ് ഇൻക്രീസ് ചെയ്യാനുള്ളതിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ആക്ടിവിറ്റി 7. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ പ്രോഗ്രസ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്. ക്ലോത്ത് മാനുഫാക്ചറിങ്ങിൻ്റെ പ്രോഗ്രസ്സിനെ കുറിച്ചിട്ട് നമ്മളോടൊരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, ചാൻസസ് ബ്രോട്ട് ബൈ ദ യൂസ് ഓഫ് മെഷീനറി ഇൻ ദ മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്സ്, റൈറ്റ് എനി 2. മെഷീൻസ് വന്നതിന് ശേഷം, മെഷീൻസ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്സിൽ വന്നത് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്ലോത്ത് മാനുഫാക്ചറിങ്ങിലുണ്ടായ പ്രോഗ്രസ്സിനെ കുറിച്ച് എഴുതാനായിരുന്നല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ, ഇൻ ദ ഏർലി ഡേയ്സ് ക്ലോത്ത്സ് വർ മെയ്ഡ് ബൈ ഹാൻഡ്സ് യൂസിങ് യാൺസ് ഫ്രം കോട്ടൺ ആൻഡ് ജൂട്ട്. കോട്ടണിൽ നിന്നും ജൂട്ടിൽ നിന്നും യാൺസ് യൂസ് ചെയ്തിട്ടായിരുന്നു പണ്ടൊക്കെ ക്ലോത്ത്സ് ഉണ്ടാക്കിയിരുന്നത്. ദേ റിയലൈസ്ഡ് ദാറ്റ് ക്ലോത്ത്സ് woven from yarns were better than animal skin. അപ്പോൾ യാൺസിൽ നിന്നും വൂൺസിൽ നിന്നും ക്ലോത്ത്സ് ഉണ്ടാക്കുന്നതിനേക്കാൾ ബെറ്ററാണ് ആനിമൽ സ്കിന്നിൽ നിന്നും ഉണ്ടാക്കുന്നത് എന്ന് പിന്നീട് അവർ റിയലൈസ് ചെയ്തു. ദിസ് ലെഡ് ടു ദ സ്പ്രെഡ് ഓഫ് വൂവൻ ക്ലോത്ത്സ്. ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് ക്ലോത്ത് യൂസിങ് വൂഡർ ലൂംസ് വാസ് ഡെവലപ്ഡ് ലേറ്റർ. അത് പിന്നീട് വൂവൻ ക്ലോത്ത്സ് ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കുകയും അതേപോലെ വൂഡൻ ലൂംസ് യൂസ് ചെയ്തിട്ട് ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത് പിന്നീട് ആകെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ദിസ് ഹെൽപ്ഡ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് വീവിങ്. അത് വീവിങ്ങിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ദ ഇൻവെൻഷൻ ഓഫ് ഹാൻഡ്ലൂം വാസ് എ ബ്രേക്ക് ത്രൂ ഇൻ ദ ഫീൽഡ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്. ഹാൻഡ്ലൂമിൻ്റെ ഇൻവെൻഷൻ പിന്നീട് ക്ലോത്ത് മാനുഫാക്ചർ ഫീൽഡിൽ ഒരു ബ്രേക്ക് ഉണ്ടാക്കി. ക്ലോത്ത്സ് വർ കളേർഡ് വിത്ത് എ ഡൈ മെയ്ഡ് ഫ്രം ഇൻഡിഗോ പ്ലാന്റ്. ഇൻഡിഗോ പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കിയ കളർ ഉപയോഗിച്ച് ക്ലോത്ത്സ് ഡൈ ചെയ്യാൻ തുടങ്ങി, ക്ലോത്ത്സിന് കളർ നൽകാൻ തുടങ്ങി. ദ ടെക്നിക് ഓഫ് വീവിംഗ് ബിക്കെയിം മോർ പോപ്പുലർ ഓവർ ദ ഇയേഴ്സ്. അപ്പോൾ വർഷങ്ങൾ കൂടുന്തോറും ഈ വീവിങ്ങിൻ്റെ ടെക്നിക്സൊക്കെ കൂടുതലും പോപ്പുലറായി തുടങ്ങി. The handloom was later replaced by the power loom and artificial dyes began to use to color clothes. അപ്പോൾ ഹാൻഡ്ലൂം പിന്നീട് റീപ്ലേസ് ചെയ്തിട്ട് പവർ ലൂമായി, അതേപോലെ കളേഴ്സ് യൂസ് ചെയ്യുന്നതിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഡൈസ് ബിഗിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത്രയൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ക്ലോത്തിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്ലോത്തിങ് മാനുഫാക്ചറിങ്ങിൽ മിഷനറീസ് യൂസ് ചെയ്യുന്നതിനായിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് 2 എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ആൻസർ, ദ ഇൻവെൻഷൻ ഓഫ് ഹാൻഡ്ലൂം, ദ ഇൻവെൻഷൻ ഓഫ് സ്പിന്നിങ് ജെന്നി. സ്പിന്നിങ് ജെന്നി ഇൻവെൻറ്റ് ചെയ്തു, അതേപോലെ ഹാൻഡ്ലൂമും ഇൻവെൻറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ മിഷനറീസിൻ്റെ യൂസസ് നമ്മുടെ ക്ലോത്ത്സിൻ്റെ മാനുഫാക്ചറിങ്ങിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അടുത്തത് നമ്മുടെ ലാസ്റ്റത്തെ ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 8, ക്ലോത്ത് ആസ് എ വെപ്പൺ ഓഫ് എജിറ്റേഷൻ. എജിറ്റേഷന് ക്ലോത്ത് ഒരു വെപ്പണായിരുന്നു. അതാണ് നമ്മുടെ 8ാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഡിഡ് ദ കിങ് ഓഫ് ട്രാവൻകൂർ ഇഷ്യൂ ദ പ്രൊക്ലമേഷൻ ഗ്രാൻഡിങ് വുമൺ ദ റൈറ്റ് ടു വിയർ ദ അപ്പർ ക്ലോത്ത്. അപ്പർ ക്ലോത്ത് വിയർ ചെയ്യാൻ ഉള്ള അവകാശം ഏത് ഇയറിലാണ് കിങ് ഓഫ് ട്രാവൻകൂർ ഇഷ്യൂ ചെയ്തത്? 1859 സ്ത്രീകൾക്ക് അപ്പർ ക്ലോത്ത്സ് ധരിക്കാനുള്ള അവകാശം ട്രാവൻകൂർ കിങ് പ്രൊക്ലെയിം ചെയ്തത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എനി വൺ ഓഫ് ദ എംപ്ലോയ്മെൻറ്റ് സെക്ടേഴ്സ് ഇൻ ക്ലോത്ത് മാനുഫാക്ചറിങ് ഫീൽഡ്. ക്ലോത്ത് മാനുഫാക്ചറിങ് ഫീൽഡിലെ ഏതെങ്കിലും ഒരു എംപ്ലോയ്മെൻറ്റ് സെക്ടർ ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ, വീവിങ്, കോസ്റ്റ്യൂം ഡിസൈൻ ആൻഡ് എംബ്രോയ്ഡറി. ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ 3 പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി കേട്ടോ.
അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സി ഹൗ ഡിഡ് ഗാന്ധിജി യൂസ് ചർക്ക ആൻഡ് ഖാദി ക്ലോത്തിങ് ആസ് എ വെപ്പൺ? എങ്ങനെയായിരുന്നു ഗാന്ധിജി ചർക്കയും ഖാദി ക്ലോത്തിങ്ങും ഒക്കെ ഒരു വെപ്പണായിട്ട് അജിറ്റേഷന് വേണ്ടിയിട്ട് ബ്രിട്ടീഷിനെതിരെ യൂസ് ചെയ്തിരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഗാന്ധിജി മേക്ക് ഖാദി ചർക്ക ആൻഡ് ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ് ആസ് എ പാർട്ട് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ. ഗാന്ധിജി ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് ചർക്കയും ഖാദിയും ഒക്കെ ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫോറിയൻ ഗുഡ്സിനെ ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹി എൻകറേജ്ഡ് ഖാദി ക്ലോത്ത്സ് മെയ്ഡ് ബൈ സ്പിന്നിങ് ഇൻ ദ ചർക്ക. അദ്ദേഹം ഖാദി ക്ലോത്ത്സ് എൻകറേജ് ചെയ്തു. ചർക്കയിൽ സ്പിന്നിങ് ചെയ്തുണ്ടാക്കിയ ഖാദി ക്ലോത്ത്സ് എൻകറേജ് ചെയ്തു. ഹി എക്സ്ഹോർട്ടഡ് പീപ്പിൾ ടു വിയർ ഖാദി ക്ലോത്ത്സ്. അദ്ദേഹം പീപ്പിളിനെ എക്സ്ഹോർട്ട് ചെയ്തു ഖാദി ക്ലോത്ത്സ് ഇടാൻ വേണ്ടിയിട്ട്. ഗാന്ധിജി ഡിമാൻഡ് ടു ബോയ്ക്കോട്ട് ഫോറിയൻ ക്ലോത്ത്സ് ബൈ മേക്കിംഗ് ആൻഡ് വിയറിംഗ് ഇൻഡിജീനിയസ് ക്ലോത്ത്സ്. ഗാന്ധിജി ഫോറിയൻ ക്ലോത്ത്സ് ബോയ്ക്കോട്ട് ചെയ്യാൻ ഡിമാൻഡ് ചെയ്യുകയും അതേപോലെ തദ്ദേശീയ ക്ലോത്ത്സ് ഇടാനും ഉണ്ടാക്കാനും തുടങ്ങുകയും ചെയ്തു. ഗാന്ധിജി ടേൺ ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ ടു എ മാസ് മൂവ്മെൻറ്റ് ബൈ മേക്കിംഗ് ക്ലോത്ത്സ് ആസ് എ വെപ്പൺ ഓഫ് സ്ട്രഗിൾ. ഗാന്ധിജി സ്ട്രഗിളിലെ ക്ലോത്ത്സിനെ ഒരു വെപ്പണാക്കി യൂസ് ചെയ്യുകയും അതേപോലെ ഗാന്ധിജി ഫ്രീഡം സ്ട്രഗിളിനെ ഒരു മാസ് മൊമെൻ്റ് ആക്കിയിട്ട് മാറ്റുകയും ചെയ്തു. ചർക്ക ബിക്കെയിം എ സിംബൽ ഓഫ് ദ സ്വദേശി മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. ചർക്കയാണ് നമ്മുടെ സ്വദേശി മൂവ്മെൻറ്റ്, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ സിംബല് എന്ന് പറയുന്നത് ചർക്കയാണ്. വിയറിംഗ് ഖാദി ക്ലോത്ത്സ് ആൻഡ് ക്യാപ്സ് ബിക്കെയിം എ സിംബൽ ഓഫ് പാട്രിയോട്ടിസം. ഖാദി ക്ലോത്ത്സ് ധരിക്കുന്നതും ക്യാപ്സ് വയ്ക്കുന്നതും ഒരു രാജ്യസ്നേഹത്തിൻ്റെ സിംബലായി മാറി. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തന്നത് എല്ലാ ആക്ടിവിറ്റീസും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വരുന്ന ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാ ആക്ടിവിറ്റിയും 5 മാർക്കിനാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി പഠിച്ചു പോകണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ബേസിക് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് പോയി നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.